ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു പ്രൊമോയുടെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈ ഒരു വീഡിയോയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 100% സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യത്തെപ്പറ്റി. മുമ്പ് പല വട്ടവും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും, അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെയായിരിക്കുമോ വരാൻ പോകുന്നത് എന്നൊക്കെ. അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ജിമ്മൻ ബ്രോ എന്നാണ് നമ്മുടെ അർജുനെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട്, എൻ്റെ വിചാരം പോലെയാണോ സംഭവിക്കുന്നതെന്ന്. എന്താണെങ്കിലും നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് അങ്ങനെ തന്നെ വരാറുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച വന്ന വീക്കെൻഡ് പ്രൊമോയ്ക്ക് ശേഷം ഒരു 30 സെക്കൻഡിൻ്റെ ഒരു വീക്കെൻഡ് പ്രൊമോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നില്ല, പക്ഷേ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ആ ഒരു പ്രൊമോയിലുണ്ട്. കാണുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ഉള്ളതായിട്ട് തോന്നില്ല. ഇതാണ് ഒരു വീക്കെൻഡ് പ്രൊമോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കും, ഒന്നുമില്ലല്ലോ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൊമോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട്. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. ഇന്നലെ വന്ന വീക്കിൻ്റെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് രാഘവനും നന്ദിനിയും അതുപോലെ തന്നെ അനുപമയൊക്കെ അവിടെ നിൽക്കുകയാണ്. ദുഷ്ടശക്തികളെല്ലാം, ശംഖചക്രത്തിലെ ദുഷ്ടശക്തികളെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സീനാണ്. അതിൽ രാഘവൻ അനുപമയോട് പറയുന്നുണ്ട്, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അഞ്ജലി ഇവിടുന്ന് പുറത്താക്കണം. ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ അനുപമയ്ക്ക് കഴിയുമോ? നീ എനിക്ക് വാക്ക് തരുമോ? അനുപമ പറയുന്നുണ്ട്, അങ്കിൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. അഞ്ജലിയെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതായത് അഞ്ജലിയെ പുറത്താക്കാനുള്ള ദൗത്യം അനുപമ ഏറ്റെടുക്കുന്ന ഒരു സീനാണ് പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. കാണുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതിന് വേണ്ടിയിട്ട് അനുപമ എടുക്കുന്ന വഴികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളയും. ഇത്രയേറെ ക്രൂരയാണല്ലോ ഇവളെന്ന് നമ്മൾ ഓർക്കും. നമുക്കറിയാം അവൾ പണ്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷേ അഞ്ജലിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഞെട്ടിച്ച് കളയും. അനുപമയ്ക്ക് ശംഖചക്രത്തിൽ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ജലിയെ പുറത്താക്കിയേ പറ്റൂ. അതിന് ഏത് വഴിയും അവൾ പ്രയോഗിക്കും. വേണമെങ്കിൽ അഞ്ജലിയെ തട്ടിക്കളയാനും അനുപമയ്ക്ക് ഒരു മടിയില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ. രാഘവൻ്റെ ഒരു പെർമിഷൻ കിട്ടിയതോട് കൂടിയിട്ട് അനുപമയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അഞ്ജലി ശംഖചക്രത്തിൽ കയറിയപ്പോൾ അനുപമ ഒരുപാട് പേടിച്ചിരുന്നു. തന്നെ പുറത്താക്കുമോ, അഞ്ജലിയെ അവിടെ വാഴിക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനിലായിരുന്നു അനുപമ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതോട് കൂടിയിട്ട് വലിയൊരു കോൺഫിഡൻസ് അനുപമയ്ക്ക് വരികയാണ്. ഞാൻ തന്നെയാണ് ഇവിടുത്തെ റാണി, അഞ്ജലിയെ ഇവിടെ നിന്ന് പുറത്താക്കണം, എനിക്കിവിടെ നിലനിൽക്കണം. എന്താണെങ്കിലും അങ്കിള് ഇതിനുള്ള പെർമിഷൻ തന്നു കഴിഞ്ഞു. ഇനി അവളെ കൊന്നാലും ഒരു കുഴപ്പമില്ല, അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. പക്ഷേ അർജുൻ ഇവിടുന്ന് പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിനെന്താണ് ഒരു വഴി? അങ്ങനെ അനുപമ പല പല കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. പല കാരണങ്ങൾ കൊണ്ട് അഞ്ജലിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അർജുൻ മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അർജുൻ കാവ്യ ബന്ധവുമുണ്ട്. അർജുന് കാവ്യയായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും അർജുൻ്റെ പുറകെ കാവ്യ നടക്കുകയായിരുന്നു എന്നും രാഘവൻ ഇവർ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു. കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് അർജുൻ ചാടി ഇറങ്ങി അഞ്ജലിയുടെ അടുത്ത് വരികയും അഞ്ജലി അർജുൻ വിവാഹം നടക്കുകയും ചെയ്തത്. ഇതൊന്നും നമ്മുടെ അഞ്ജലി ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നൈസായിട്ട് അനുപമ മനസ്സിലാക്കുകയാണ്. അഞ്ജലിക്ക് ഈ കാവ്യയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളൊരു സത്യം അനുപമ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാം. അർജുൻ അഞ്ജലി ബന്ധത്തെ തകർക്കാനായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാം എന്ന് അനുപമ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് അനുപമ ആദ്യം ചെയ്യുന്നത്, അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ നൈസായിട്ട് കളക്ട് ചെയ്യുകയാണ് കേട്ടോ. ആ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യും. അർജുൻ ആ വിവാഹവേഷത്തിൽ നിൽക്കുന്നത്, അതുപോലെ കാവ്യ നിൽക്കുന്നത്, മണ്ഡപത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നത് നൈസായിട്ട് കൂട്ടത്തിൽ കുറച്ച് എഡിറ്റ് ചെയ്തതും കൂടെ കയറ്റും. അതായത് താലി കെട്ടുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് എഡിറ്റ് ചെയ്ത് കൂടെ കയറ്റും. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, ആ കൂട്ടത്തിൽ അത് തിരിച്ചറിയാനൊന്നും പറ്റത്തുമില്ല. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അനുപമ ചെന്നിട്ട് അഞ്ജലിയോട് പറയും, അഞ്ജലി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, വീട്ടുകാരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ന് കരുതിയിട്ട് എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നൊന്നും നീ വിചാരിക്കല്ലേ. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ട്, നിന്നോട് ഒരുപാട് കരുതലുണ്ട്. അഞ്ജലി പറയും, ഓ ഇപ്പോൾ പുതിയൊരു അടവുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേ, എന്താ നിനക്ക് വേണ്ടത്? അനുപമ പറയും, അങ്ങനെയൊന്നും പറയില്ല അഞ്ജലി,
നിനക്കറിയാലോ അഡ്വക്കേറ്റ് രാഘവനുണ്ണി എന്താണ് നിന്നെ ഇങ്ങോട്ട് കയറ്റിയപ്പോൾ പറഞ്ഞത്, അർജുനോട് എന്താണ് പറഞ്ഞത്? അർജുനെ, നീ ഇപ്പോൾ എൻ്റെ മകനായി, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതിൽ നിന്ന് നീ എന്താണ് മനസ്സിലാക്കേണ്ടത്? അർജുൻ നിന്നെ ചതിക്കുകയാണ്, രാഘവനും കൂടി കൂടിയിട്ട് നിന്നെ ചതിക്കുകയാണ് ചെയ്തത്. അഞ്ജലി പറയും, അല്ല അങ്ങനെയൊന്നുമല്ല, അത് അയാളുടെ കുതന്ത്രമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊരു അഡ്വക്കേറ്റ് തന്നെയാണ്, എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അനുഭവം പറയും, നിൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ, പക്ഷേ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അർജുൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, അത് നീ ആദ്യം മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ അഞ്ജലി ഞെട്ടിപ്പം, അർജുൻ്റെ വിവാഹം കഴിഞ്ഞു എന്നോ? അതെ, നിന്നെ അവൻ ചതിക്കുകയാണ്. അവൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്, കാവ്യ എന്നൊരു പെൺകുട്ടിയായിട്ട്. നിനക്കത് അറിയില്ല, അവൻ നിന്നോട് പറയില്ല, കാരണം അവൻ നിന്നെ ചതിക്കുകയാണ്. ഈ പത്മ കേസിൽ വിജയിക്കണം രാഘവനും അർജുനും, അതിനു വേണ്ടിയിട്ട് നിന്നെ അവർ നൈസായിട്ട് തേക്കുകയാണ്. നീ അതൊന്നും മനസ്സിലാക്കണം അഞ്ജലി. ഞാൻ നിൻ്റെ ചേച്ചിയാണ്, എനിക്കിതൊന്നും നിന്നോട് പറഞ്ഞു തരാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അഞ്ജലി പറയും, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അർജുൻ എന്താണെങ്കിലും എന്നെ ചതിക്കില്ല. അനുഭവം പറയും, ഇല്ല അഞ്ജലി, നിന്നെ അവൻ ചതിക്കുകയാണ്, ഞാനതിൻ്റെ തെളിവുകളൊക്കെ കാട്ടിത്തരാം. അങ്ങനെ അനുപമ ഫോട്ടോസൊക്കെ കാട്ടിക്കൊടുക്കുകയാണ്. അന്ന് ആ മണ്ഡപത്തിൽ വെച്ചുള്ള എല്ലാ ഫോട്ടോസും അഞ്ജലിയെ അനുപമ കാട്ടിക്കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ നമ്മുടെ അഞ്ജലിയുടെ മനസ്സ് തകർന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ചതിച്ചത് തന്നെയാണ് എന്ന് അഞ്ജലി വിചാരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും വലിയ പ്രശ്നങ്ങൾ അഞ്ജലിക്കും അർജുനും ഇടയിൽ ഉണ്ടാക്കുകയാണ്. അഞ്ജലി ഉറപ്പായിട്ടും ഇത് പോയിട്ട് അർജുനോട് ചോദിക്കും, വലിയ ഇഷ്യൂസ് പിന്നെയും ഉണ്ടാകാനായിട്ട് പോവുകയാണ്. ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു സംഭവം മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറയ്ക്കാൻ പിന്നെയും 100 കള്ളങ്ങൾ പറയും, അത് പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ അർജുൻ ഇത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആദ്യമേ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ ഇഷ്യൂസ് ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. ആദ്യമൊക്കെ അഞ്ജലി അർജുനെ കുറച്ച് വെറുക്കുമെങ്കിലും അതൊക്കെ അങ്ങ് മാറിയേനെ. അർജുനിപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് അതൊരു മലയോളമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും അഞ്ജലി അർജുനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നെ കൂടാതെ വേറൊരു പെണ്ണിനെ താൻ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ, എന്നെ ശരിക്കും ചതിക്കുക തന്നെയാണല്ലേ, തൻ്റെ അച്ഛനും താനും കൂടി എന്നെ ചതിക്കുകയാണല്ലേ, ഇങ്ങനെയൊക്കെ അഞ്ജലി അർജുനോട് ചോദിക്കും. അർജുനപ്പോൾ പറയും, ഇല്ല അഞ്ജലി, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല, നിന്നോട് ഇതൊക്കെ ആരാ ഇതൊക്കെ പറഞ്ഞത്? അപ്പോൾ അഞ്ജലി പറയും, കാവ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് തൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ, ഫോട്ടോസൊക്കെ അനുപമ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ അർജുൻ ആ ചതിയുടെ ആ ഒരു ആഴം മനസ്സിലാക്കിയാണ്, അനുപമയാണ് ഈ പണി ഒപ്പിച്ചു വെച്ചത് എന്ന് അർജുൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ അഞ്ജലിയെ കൺവിൻസ് ചെയ്യാനായിട്ട് വീണ്ടും അർജുൻ ശ്രമിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അർജുൻ എപ്പോഴും ഇതുപോലെ കൺവിൻസ് ചെയ്ത് മടുത്തില്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഒരുപാട് കള്ളങ്ങൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ പൊളിയുമ്പോൾ ഉള്ളൊരവസ്ഥ, ആ ഒരു വിശ്വാസം തന്നെ, അവർക്കിടയിലെ ബന്ധം തന്നെ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് നടക്കും. ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മുടെ അർജുന് പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അനുപമ അഞ്ജലിയെ ശംഖുചക്രത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതികളൊക്കെ പ്രയോഗിക്കുന്ന സീനുകളാണ് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അവസാനം അനുപമ പുറത്താകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.